ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ 2 ചെടി വാങ്ങിയ കാര്യം പറഞ്ഞു. അതിൽ ഈ പോട്ട് നല്ല ഭംഗിയുണ്ടായില്ല. അപ്പം ഞാൻ ആ പോട്ടിനെ കളറടിക്കാൻ കളർ സെലക്ട് ചെയ്യുകയായിരുന്നു. ഞാനൊരു 2 കളർ മിക്സ് ചെയ്ത് ഒരു നല്ല കളർ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എനിക്ക് മടിയായി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു ഓറഞ്ച് കളർ കണ്ടോ. അത് കണ്ടപ്പോൾ ഞാൻ കരുതി എന്നാൽ ഓറഞ്ച് തന്നെ അടിക്കാമെന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം നമ്മളെ പോട്ടിൽ നിന്ന് ചെടിയൊക്കെ മാറ്റി. ചെടിയൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കണം കേട്ടോ. 2 ആഴ്ചയോ 1-2 ആഴ്ച ഒരാഴ്ച ആയിട്ടുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ചെടിയൊക്കെ മാറ്റി. എന്നിട്ട് അയ്യോ, ഈ വീഡിയോ വീണ്ടും വന്ന അതെന്തിട്ടായി. ഓക്കെ, ചെടി മാറ്റി കേട്ടോ. ചെടി മാറ്റിയിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ പൊടി കണ്ട. അപ്പോൾ അതൊന്നും ഞാനൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ എന്താ പറയുക, പെയിൻ്റ് അടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ അറിയാണ്ട് പോന്നാലോ. അല്ല, വെറുതെ പിന്നെ അതിൽ കൂടുതലും മണ്ണുണ്ട്, അത് ഉപയോഗമില്ലാണ്ടിരിക്കുക അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഞാൻ അതൊന്ന് റിമൂവ് ആക്കി കൊടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഞാനിപ്പോഴും ശ്രദ്ധിച്ചിട്ടാ, ഞാൻ ആ ക്ലീൻ ചെയ്യുന്ന സാധനത്തിൻ്റെയും ബാക്ക് സൈഡ് ഓറഞ്ചാണ്, റെഡ് എന്നൊക്കെ. പിന്നെ ഇതിൻ്റെ റേറ്റ് എത്രയായിരുന്നു എന്ന് വാങ്ങിയപ്പോൾ 10.97 ആണ്. അപ്പോൾ $11 ആണ് കേട്ടോ. $11 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊരു 650-600 വില എന്തായാലും 700 വരെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഞാൻ ബാക്കി ഇത് കണ്ടു, ഇത്രയും പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ആ പോട്ടിൽ തന്നെ തിരിച്ചിട്ടു. അപ്പോൾ ഞാൻ മിക്സ് ചെയ്തൊക്കെ കളർ എടുത്തപ്പോൾ അടിയത്തെ കളർ വരുന്നു. അപ്പോൾ ഒരു ഭംഗിയില്ല. അപ്പോൾ ഞാൻ ഓറഞ്ച് തന്നെ എടുത്തു. പെയിൻറ്റ് ബ്രഷ് കൊണ്ട് ആദ്യം അടിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അത് നടന്നില്ല. അപ്പോൾ ഞാൻ മറ്റേ സ്പോഞ്ച് പോലെ സംഭവമുണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ അടിക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് കമുത്തണ പെയിൻറ്റ്, ആ പെയിൻറ്റ് കൂടുതലുണ്ടായി. അതാണ് ഞാൻ റിസ്ക് എടുക്കാണ്ട് അതന്നെ വെച്ചിങ്ങനെ എന്താ മേക്കപ്പ് ഇടണ പോലെ ഉണ്ടല്ലേ കാണുമ്പോൾ. ആ സംഭവത്തോണ്ട് ഇങ്ങനെ എന്താ അതിനെ പറയുക, ടാപ്പ് ചെയ്ത് കൊടുക്കി, അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇത്തിരി കൂടുതലായി, എന്നാലും നമുക്ക് സാധനം ഇത്ര തന്നെ വേണം എല്ലായിടത്തും എത്തണമെങ്കിൽ. പിന്നെന്താ, ഇങ്ങനെ കുറേ ഇങ്ങനെ ചെയ്തു. പിന്നെ കണ്ണിൻ്റെ അവിടെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, കാരണം അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചാൽ മതിയല്ലോ. ഇങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ. അപ്പോൾ ഞാൻ വീഡിയോ ഫാസ്റ്റാക്കി തരണ്ട കേട്ടോ, അത്ര സ്പീഡിൽ കഴിഞ്ഞത്. കുറച്ച് നേരം പിടിച്ചു, ഒരു 10 മിനിറ്റ് പിടിച്ചോളൂ കേട്ടോ എന്നാലും. എന്നിട്ട് ഞാൻ ബാക്കി ഇങ്ങനെ ഞാൻ ഇടയിൽ പരീക്ഷണങ്ങളൊക്കെ നടത്തി കൊടുത്ത് വേറെ കളറൊക്കെ വന്ന പോലെ ഉണ്ടായിരുന്നു. പിന്നെ കണ്ടോ അവിടെ ബ്ലാക്കുള്ള സ്ഥലമൊക്കെ കണ്ടോ. അപ്പോൾ അവിടെയൊക്കെ എന്താ ഒരു രസമില്ല. അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഒന്ന് അടിച്ചാൽ കവറാവുമോ എന്നൊക്കെ നോക്കുന്നതാണ്. കവറാവുന്നുണ്ട്. അപ്പോൾ ഞാനത് അങ്ങോട്ട് മുഴുവനോടുകൂടി അങ്ങനെ അടിച്ചു കൊടുത്തു. അതൊരു ലെയർ ഞാൻ പെയിൻറ്റ് ഇങ്ങനെ ബ്രഷ് കൊണ്ടും ഇങ്ങനെ തൂത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് നല്ല കളർ ഭയങ്കര ഇഷ്ടം. നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ എന്ന് പറയണേ. വേറെ ഏതെങ്കിലും കളർ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചു. എനിക്ക് തോന്നുന്നു ഞാൻ പുതിയതായിട്ടല്ലേ വീഡിയോസ് ഇടാൻ തുടങ്ങിയേക്കുന്നത്. അപ്പോൾ അധികം നല്ല ആരും കമൻറ്റ് ബോക്സിൽ ഒന്നും പറയുന്നില്ല. എനിക്കത് വിഷമായിട്ടോ. ആരും വ്യൂസും ഇല്ല, ആകെ 5 പേരെ വ്യൂസുള്ളൂ. നിങ്ങൾ 5 പേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അങ്ങനെയാ. അപ്പോൾ വ്യൂസ് കൂടുമ്പോൾ കമൻറ്റ് വരുമായിരിക്കും. അപ്പോൾ ഈ കളറ് ആർക്കെങ്കിലും തോന്നാണ് മാറ്റണം എന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണേ. അപ്പോഴേക്കും ഞാൻ അത് കുറച്ച് നാൾ പിടിക്കുമായിരിക്കും വരാനായിട്ട്. അപ്പോഴേക്കും ഞാൻ മാറ്റുന്നതായിരിക്കും. ഓക്കെ. പിന്നെ എന്തുവാ, കുറേ ഓറഞ്ചുകളുണ്ടല്ലേ ഈ സ്ക്രീനിൽ. എൻ്റെ ബാക്കിൽ ഞാൻ ഒരു എന്താ പറയുക, ഒരു ഓറഞ്ചും ഒരു ബ്ലാക്ക് ലൈൻസ് കണ്ടോ, അത് ഞാൻ ഇതുപോലെ പെയിൻറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതിലാണ് എൻ്റെ ബ്രഷും കാര്യങ്ങളൊക്കെ ഞാൻ വയ്ക്കാറ്. അതും ഓറഞ്ച്, ഫുൾ ഓറഞ്ച് കളറിൻ്റെ ഒരു ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചധികം പെയിൻറ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പം മിക്ക പെയിൻറ്റുകളും തീർന്നു, ഓറഞ്ചാണ് കൂടുതലുള്ളതും. അപ്പോൾ ഞാൻ ഒന്ന് അവസാനിക്കട്ടെ. അപ്പോൾ എനിക്ക് ബോക്സ് വാങ്ങാം. അപ്പോൾ അങ്ങനെ ഫുൾ പെയിൻ്റ് അടിച്ചു. എല്ലാം ഇങ്ങനെ ചിലയിടത്തൊക്കെ ഇങ്ങനെ ആവാത്തുണ്ടായിരുന്നു പെയിൻറ്റ്. അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഇങ്ങനെ പെയിൻ്റ് അടിച്ചു കുട്ടപ്പന്. ഇപ്പം നമുക്ക് ചെടീനെ ഒന്ന് അടിയിലൊക്കെ ഇങ്ങനെ വാടിയ ഇലകളുണ്ട്. അപ്പോൾ ഈ ചെടിക്കൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്
വാടിയല്ല ഈ ചീഞ്ഞ് പോവും, കൂടുതൽ വെള്ളം പാടില്ലല്ലോ ഇതിന്. അപ്പോൾ ഇത് അടിയത്ത് ഇങ്ങനെ എന്താ പറയുക, ആ ലെയർ പറിച്ചളയണം, അല്ലെങ്കിൽ അത് ചീഞ്ഞ് ഫംഗസ് വരാനുള്ള ഇതുണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ അടിയിൽ നിന്ന് കണ്ടോ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുക്കുക. ചിലതൊക്കെ കണ്ട തൊടുമയ്ക്ക് പറഞ്ഞു പോരുന്നുണ്ടായിരുന്നു, പക്ഷെ പുതിയ ഇലകൾ വരുന്നുണ്ട്. ഞാൻ അങ്ങനെ പല്ലിളക്കി കളയില്ലേ, അതുപോലെ നോക്കണേ, വരാനുണ്ടോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒന്ന് ആട്ടി നോക്കും, വന്നാൽ എടുത്ത് വയ്ക്കും അങ്ങനെ. അപ്പം അങ്ങനെ കുറച്ച് ഇലകളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തൊടുമ്പോൾ തന്നെ പോരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇലകളൊക്കെ പോകുന്നതൊക്കെ ഇങ്ങനെ എടുത്തു. ഈ ഇലകൾ നമുക്കുണ്ടല്ലോ, ഇതിൽ നിന്ന് നമുക്ക് പുതിയൊരു ഇതുണ്ടാക്കാം. എന്താ പറയുക, പുതിയൊരു തൈ. ഈ ലീഫിൻ്റെ ടിപ്പല്ല, ആ റൂട്ടിനോട്, ആ സ്റ്റെമ്മിനോട് ചേർന്ന ഭാഗമില്ലേ, അവിടെ നിന്ന് പുതിയൊരു ഇളപ്പ് വരും. ഞാൻ അന്ന് ആ വീഡിയോയിൽ ഞാൻ 5-6 ഇങ്ങനെ ലീവ്സ് പോലത്തെ സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നു പറഞ്ഞില്ലേ, അവിടെ നിന്ന് എടുക്കാൻ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ എടുത്തെന്ന് പറഞ്ഞില്ലേ, അതിൽ ഒരെണ്ണത്തിൽ നിന്ന് ഒരു സ്പ്രൗട്ട് പോലെ ഒരു സംഭവം വന്നിട്ട് അത് ഞാൻ ഈ വീഡിയോൻ്റെ ഇടയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതേ ഇങ്ങനെയാണ് എൻ്റെ ക്ലീൻ ചെയ്ത് ഇത്രയും കിട്ടിയിട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഇങ്ങനെ വരും. ഈ കാണിച്ചതിൻ്റെ ഭാഗത്തു നിന്നാണ് പുതിയ സ്പ്രൗട്ടുകൾ വരാം. സ്പ്രൗട്ട് തന്നെയല്ല പറയാം തോന്നുന്നു, വേറെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞു തരണേ. അപ്പോൾ ഇതാണ് ബാക്കി വന്നത്. വോയിസ് ഓവർ ചെയ്യും, ഉറക്കാൻ വരെ കർത്താവേ. അപ്പോൾ ഇത് ഇങ്ങനെ ബാക്കിയുള്ള മണ്ണൊക്കെ ഞാൻ ഇതിൽ കുത്തിക്കയറ്റി വയ്ക്കുക കേട്ടോ. ഞാൻ എന്താ പറയുക, ഇപ്പോഴാണ് ചെടികൾ വാങ്ങി തുടങ്ങിയേക്കണേ. അപ്പോൾ പോട്ടിങ് മിക്സോ കാര്യങ്ങളോ ഒന്നും വാങ്ങിയിട്ടില്ല, അത് വാങ്ങണം. അപ്പോൾ ഇത് മാറ്റാറാവുമ്പോൾ ഈ പോട്ടി മിക്സ് അല്ലെങ്കിൽ പുതിയ ചെടികളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ പുതിയ പോട്ടൊക്കെ കിട്ടുമ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ച് വെച്ചേക്കാണ്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം. കണ്ട എൻ്റെ കയ്യിൽ നിറച്ചും പെയിൻറ്റ്. പിന്നെ ഇത് അന്ന് വാങ്ങിയ 2 ചെടികൾ ഞാൻ വെയിൽ കൊള്ളിക്കാൻ വെച്ചേക്കാം. വെയിലൊന്നും ഇല്ല അധികം. അപ്പോൾ ഉള്ള വെയിൽ ഇങ്ങനെ ജനൽ വഴി കിട്ടുന്നതൊക്കെ ഞാൻ കൊണ്ടുവയ്ക്കും. അവിടെ മാറാറുണ്ടായിരുന്നു, ഞാൻ തട്ടിക്കളഞ്ഞു. അപ്പോൾ ചെടിയൊക്കെ നല്ല ഭംഗിയിൽ വരുന്നുണ്ട് കേട്ടോ. പുതിയ ഇളപ്പുകളും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ചെടികളുടെ വിശേഷങ്ങൾ. ഞാൻ അവിടെ ഇട്ട് വെച്ചേക്കണുണ്ടോ 2 ആ കാക്ടസിൻ്റെ ഒരു ഇലയും മറ്റേ ഇങ്ങനെ മണി പോലെ ഇങ്ങനെ വീണ് കിടക്കുന്ന സാധനം. ആ മണിയിൽ എനിക്ക് വലിയ പ്രതീക്ഷയില്ല, അതിൽ നിന്നൊന്നും വരും തോന്നണില്ല. കണ്ടാ കാക്ടസ് കണ്ടാ, ആ മണിയിൽ എനിക്ക് വലിയ പ്രതീക്ഷയില്ല. പിന്നെ ചെയ്യണവരവിടെ കിടക്കട്ടെ എന്നിട്ട് ഒരു ഇല അതേ ചീഞ്ഞ് പോയിട്ടുണ്ട്. പക്ഷെ അപ്പുറം കിടക്കുന്നത് കണ്ടോ, അതിൽ നിന്നൊരു കുഞ്ഞിളപ്പ് കണ്ടോ നിങ്ങൾ? ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പൊട്ട് അങ്ങോട്ട് എടുക്കാം. പൊട്ടിന് ഞാൻ എന്താ പറയുക, ഡ്രസ്സൂരി. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്യാനുണ്ടോ എന്നൊക്കെ നോക്കുമായിരുന്നു. അപ്പോൾ കണ്ടാ സ്പ്രൗട്ട് കണ്ടാ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് എങ്ങനെയാണ് കാണിച്ചു തരേണ്ടതെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് ശരിക്കും അത് എന്താ പറയുക, നല്ല രസമായിരുന്നു എന്നറിയോ. ഞാനത് കട്ട് ചെയ്യണോ എന്നിങ്ങനെ ആലോചിച്ചു. എന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, അത് നല്ല ഭംഗിയിലൊക്കെ നിൽക്കട്ടെ ഇങ്ങനെ. അങ്ങനെ എന്നിട്ട് ഞാൻ എന്താ ലീഫ് പിന്നെ കട്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ചു ആടുന്നു. അങ്ങനെ ആ മണ്ണൊക്കെ ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊന്ന് ഇളക്കി ഇതാക്കി കൊടുത്തായിരുന്നു. എന്നിട്ട് ആ സ്പേസിൽ തന്നെ ഞാൻ ഈ ലീഫും വെക്കാമെന്ന് വിചാരിച്ച്. കണ്ടോ 3 ലീഫാണ് കേട്ടോ കിട്ടിയത്. അതിലെനിക്ക് ഒരെണ്ണം അത്യാവശ്യം എന്താ പറയുക വാടി തുടങ്ങി. അങ്ങനെ വാടാൻ പാടില്ല എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അതും വെച്ച് കൊടുത്തിട്ടുണ്ടാവണമെങ്കിൽ ഉണ്ടാവട്ടെ. ബാക്കി 2 ഇത്തിരി ഒരു ഫ്രഷ് ഫീലിംഗ് ഉണ്ട്. അപ്പോൾ അതും അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. ഞാനിനി പോട്ടിങ് മിക്സ് വാങ്ങിയിട്ട് ഇപ്പോൾ അടിയിൽ വെച്ചേക്കുന്ന വൈറ്റ് ഡബ്ബിൽ അതിൽ വെച്ചിട്ട് ഈ ലീഫുകളൊക്കെ വെച്ച് ഇങ്ങനെ കൊണ്ടുവരണം എന്നൊക്കെ വിചാരിക്കണു. എന്തിനാവെന്ന് അറിയില്ല. നല്ല പോട്ടിലൊക്കെ വെച്ച് ഇങ്ങനെ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിലിടാം. പക്ഷെ അതിലൊക്കെ കുറേ പേര് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാനൊന്നും പറ്റില്ല. ഫ്രീ ആയിട്ട് കൊടുക്കണമെങ്കിൽ പരിചയമുള്ള ആൾക്കാർക്ക് മാത്രമേ കൊടുക്കാൻ ആഗ്രഹമുള്ളൂ, അല്ലാത്തവർക്ക് കൊടുക്കാൻ എനിക്കെന്തോ
താല്പര്യമില്ല ഫ്രീ ആയിട്ട്. എനിക്കറിയാത്ത ആൾക്കാർക്കൊന്നും അങ്ങനെ കൊടുക്കാൻ താല്പര്യമില്ല. അപ്പം അങ്ങനെ അതിങ്ങനെ സെറ്റാക്കി. പിന്നെ ഇതിനെന്തെങ്കിലും ചെയ്യണം. എനിക്ക് ആ കയറ് വലിയ താല്പര്യമില്ല. അപ്പോൾ അതെന്തെങ്കിലും ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, എന്താ ചെയ്യുക എന്നുള്ളതിൽ. അയ്യോ, മറ്റേ നമ്മുടെ ആനക്കുട്ടീനെ അവിടെ ഉണക്കാൻ വെച്ചേക്കായിരുന്നു. അപ്പോൾ ആനക്കുട്ടി ഉണങ്ങിയാൽ ഈ താമര പോലത്തെ സംഭവം അതിലേക്ക് മാറ്റാം. അപ്പോൾ അങ്ങനെ കരയാണ് ഇപ്പം ഞാൻ എടുക്കണില്ല. അതാണ് ഇത്തിരി വാടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് രണ്ടും ഇതിലാ മണ്ണിൻ്റെ ഇതിൽ കൊണ്ട് വയ്ക്കുകയാണ്. അപ്പോൾ ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവട്ടെ, അവിടെ വയ്ക്കാൻ സ്ഥലമില്ല. അപ്പോൾ ഇത് ഞാൻ പിന്നെ എപ്പോഴേലൊക്കെ വയ്ക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ തന്നെ ഞാൻ കാണിക്കുന്നുണ്ട് വെച്ചിട്ട് കേട്ടോ. ഈ സൈഡിൽ കിടന്ന് കറങ്ങുന്നില്ല, അതെൻ്റെ വെഡ്ഡിങ് ഫോട്ടോയാണ്. എനിക്കെന്തോ എൻ്റെ ഫോട്ടോ ഇപ്പോൾ കാണിക്കാൻ തോന്നുന്നില്ല. നിങ്ങളൊക്കെ കുറച്ച് വ്യൂസൊക്കെ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ അടുത്തതെൻ്റെ, അയ്യോ ഇതിൻ്റെ പേര് പറഞ്ഞില്ല, അലോവേറ ചെടിയിലും കൊണ്ടുവച്ചു ഞാൻ. അലോവേറ ചെടി ഇങ്ങനെ സൈഡിലേക്കൊക്കെ ഒരു ചെരിവൊക്കെ ഉണ്ട്. വല്ല തണ്ടും കൊടുക്കണമെന്ന് ഞാൻ ആലോചിക്കണേ. നല്ലൊരു എന്താ പറയുക, വലിയ വലിയ ലീഫുകൾ, അപ്പോൾ അതിനൊരു ബലമില്ലാത്ത പോലെ. അപ്പോൾ ഈ മാർച്ച് ആവുമ്പോൾ അവർ പോട്ട് മാറ്റി തരാമെന്നാണോ പറഞ്ഞത്, എന്തോ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിന് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുതിയ പോട്ട് വാങ്ങണോ എന്നൊക്കെ ആലോചിക്കണം. കാരണം ഇതൊരു മാതിരി വലുതായി വരുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ അതേ നമ്മുടെ കാക്ടസ് അത്യാവശ്യം ഹാർഡായിട്ട് തന്നെ ഇരിക്കണേ. അത് പുറത്ത് വെച്ചാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞാൻ വെച്ചേക്കുന്നേ. പിന്നെ സൈഡിൽ കണ്ട മണ്ണൊക്കെ ഞാൻ തൂത്ത് കളഞ്ഞു. അപ്പം അങ്ങനെ നല്ല രസമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടം എൻ്റെ അലോവേറേനെ. ഐ ലവ് യു അലോവേറോ. അപ്പം അതിനെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു. അതിനെ ഞാൻ അവിടെ കുത്തി നിർത്തി. വലുതാവട്ടെ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ഞാൻ ഈ ടേബിളൊക്കെ ഒന്ന് മര്യാദയ്ക്ക് ഒതുക്കി വയ്ക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ എൻ്റെ കെട്ടിയവൻ തന്നെ ഓടിപ്പിക്കും. ഇല്ലാട്ടെൻ്റെ കെട്ടിയും പാവം. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി. എൻ്റെ ആനക്കുട്ടൻ എന്ത് രസമാണ്. പക്ഷേ ഇടയിൽ എന്തൊക്കെയോ മാർക്കുകളുണ്ടല്ലേ. കളർ മാറ്റണമെങ്കിൽ ഒന്ന് മാറ്റാൻ പറയണേ.